വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്? നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂൾ പോവാം. സ്വിമ്മിംഗ് പൂൾ അല്ല ഗൈസ്. ഓക്കെ, ഞാൻ പറയാം. നമ്മളെ കുളത്തൊന്നല്ല, ഞങ്ങൾ കുളത്തിൽ കുളിക്കാൻ പോവാം. ആക്ച്വലി നമ്മൾ തൃശ്ശൂർ നമ്മുടെ സ്വന്തം വീട്ടിലാണ്. ഇവിടെ വന്നതിന് ശേഷം വ്ളോഗൊന്നും എടുത്തില്ല, ബിക്കോസ് ഭയങ്കര ബിസി ആയിരുന്നു. വ്ളോഗ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും വന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാറങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോഴാണ്, എന്നാലും തിരക്കുകൾ കഴിഞ്ഞിട്ടില്ല. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പിള്ളേരെയും കൊണ്ട് പോയി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ കുളത്തിലോട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 11:30 ആവാറായി. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പ്രഭിയുടെ വീട്ടിലോട്ട് പോവാണ്. പ്രഭിയുടെ വീട്ടിൽ നിന്ന് പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ 2 വണ്ടിയായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെന്താ പറയുക, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം പ്രവീൺ എന്ത് പ്രാൺ എന്ത് നോക്കാം. ഓക്കെ, പ്രവീൺ ഭയങ്കര ബിസിയാണ്. പ്രവീൺ ഇന്ന് ഈവനിങ്ങിൽ പ്രവീണിന് ഒരു പാർട്ടിയുണ്ട്. അതായത് 10th ഗ്രേഡ്സിലെ എല്ലാ ജെൻസുമായിട്ടുള്ള പാർട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ് അവർ. പ്രാൺ ഇവിടെ ഉണ്ട്. പ്രാൺ അതൊന്ന് സ്റ്റോപ്പ് അടിച്ച്. ഓക്കെ, അപ്പം നമ്മൾ എവിടെ പോകുകയാണ്? സ്വിമ്മിംഗ് പൂൾ അല്ല, ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. സ്വിമ്മിംഗ് പൂളല്ല, നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോകണം. ലൈറ്റ് കുറവാ. ഓക്കെ, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനായിട്ട് പോകും. സോറി നമ്മൾ കുളത്തിൽ കളിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ എല്ലാവരും ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. എന്നാൽ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നോക്കാം. നമ്മൾ വേണ്ട, മോള് മാത്രം മതി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മളെപ്പോഴും വരുമ്പോഴും നമ്മൾ ബൈക്കായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കാറാണ് എടുക്കുന്നത്. എടി നീ കയറ്, ഞാൻ ഗേറ്റ് അടയ്ക്കട്ടെ. കാർ എടുത്തത് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, 1 ടാസ്ക്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ റെൻറ്റിന് കാറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഭയങ്കര വെയിൽ. ഈ വെയിലത്താണോ കുളിക്കാൻ പോകുന്നത്? നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. പ്രവീണാണ് വണ്ടി ഓടിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല, ട്രക്കിങ്ങിലാണ്. ട്രക്കിങ് റോഡ് അങ്ങനത്തെ കണ്ടോ, ഞങ്ങളെല്ലാവരും ഇരുന്ന് കുലുങ്ങും. വല്ലാത്ത മോശപ്പെട്ട റോഡാണ്. ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അടങ്ങ് അങ്ങോട്ട് തുടങ്ങിയാലേ നിർത്തില്ല ഞാൻ. ഒന്നും പറയുന്നില്ല. പ്രഭിയുടെ വീട്ടില് അപ്പോൾ നമ്മൾ പ്രഭിയുടെ വീട്ടിലെത്തി. ഇതൊക്കെ ഇപ്പോൾ ഇട്ടതാണ് കേട്ടോ. മറ്റേത് ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. എങ്ങനെയായിരുന്നു പണ്ട്? മണലിനാണ്. മണ്ണായിരുന്നു. ഇപ്പോൾ അവർ ഇവിടെ ഒക്കെ വൃത്തിയാക്കി. നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് ഇതുപോലെ ചെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ട്രക്കിംഗ് ചെയ്തിട്ടാണ് വരുന്നത്. നാളെ രാവിലെ അങ്ങോട്ട് വരണോ? പാപ്പ ഒരു ഹായ് പറഞ്ഞേ. ഇത് സ്വപ്നയുടെ അച്ഛനാണ്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞു പാപ്പ. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, ഹേയ് പ്രഭി, ഹലോ. പോവാ. നമ്മളെവിടാ പോന്നേ? ചാട്ടുകുളം. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി? ഇന്നത്തേത് ശരിയായില്ല. നമ്മളങ്ങോട്ട് പോവാണ് പിള്ളേർസിനെല്ലായിട്ട്. എന്തോ അല്ല, ഇങ്ങോട്ട്. ഹായ്, നമ്മളെവിടെ പോവാ? വരുന്നില്ലേ? വെള്ളത്തിലിറങ്ങണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഓക്കെ, അമ്മയാ അവിടെ.
ഇവരുടെ ബാക്കൊക്കെ എല്ലാം ശരിയായി കണ്ട. അമ്മ അവിടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു. വണ്ടിയിൽ ആരോ ഒരാൾ ഒളിച്ചോടിയിട്ടുണ്ട്. സമ്മുണ്ട്, നവയുണ്ട്, പ്രാണുണ്ട്, ഞാനുണ്ട്, പ്രവീണുണ്ട്, റിയയും മിരിയും ഇവിടെ വണ്ടിയിൽ വരുന്നതേ ഉള്ളൂ. നമ്മളിനി ഒരാളെയും കൂടി പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇവയൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. ആ വണ്ടിയിലാണ് സോറി നവാന്ന് എപ്പോഴും വരുന്ന മിരിയും റിയയും ആ വണ്ടിയിലാണ്. ഓക്കെ, പോയ ആളെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അയ്യോ എനിക്ക് തിരിയാം. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്ത് കുളത്തിൻ്റെ പേര്? ചാട്ടുകുളം. ഇതാ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ആണ് ഈ കുളം. നമ്മൾ വന്ന ടൈമിങ് ഭയങ്കര എന്നല്ല, നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഭയങ്കര വലിയ കുളമാണിത്. കണ്ടോ, ഇതാണ് ആ കുളം. ഇവര് പ്ലാനിങ് മാറ്റാനുള്ള ഉദ്ദേശമാണ്. കാരണം ഇവിടെ കുറച്ച് ഓപ്പൺ അല്ലേ, ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് പിള്ളേർക്ക് അൺകംഫർട്ടബിൾ ആണ് ഇവിടെ കുളിക്കാനായിട്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അല്ല അപ്പോൾ ഇവിടുന്ന് പോവാണോ? ഇവനെയാണ് നമ്മളെ ട്യൂഷനിൽ നിന്ന് പൊക്കിയത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ചേഞ്ച്. ഓക്കെ, നമ്മൾ ഡെസ്റ്റിനേഷൻ ചേഞ്ച്. ഇനി അടുത്ത കുളം അമ്പലക്കുളം. അത് നമ്മൾ പോയതല്ല അന്ന്. നമ്മളിതിന് മുന്നേ പോയിട്ടുള്ള ഒരു കുളമാണ്. ഓക്കെ, അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആ കുളത്തിലോട്ടാണ് പോകുന്നത്. ഈ കുളമല്ല, പക്ഷേ ഇത് കൊള്ളാം. ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിങ്ങും പിന്നെ ആൾക്കാരും പിള്ളേർക്ക് ദേ ആർ നോട്ട് കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇതും ഒരു അമ്പലമാണ്, അമ്പലത്തിൻ്റെ കുളമാണ്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ല. നോക്കാം. ബെസ്റ്റ്. ഇപ്പം എന്തായി? അയ്യോ മാറിക്കടാ. ഇപ്പൊ എന്തായി മക്കൾക്ക്? ഒരാളിതോ മാറി നിൽക്കുന്നു. ഇവിടെ നമുക്ക് ലെഗ് സ്പാ ചെയ്യാം. അതാ ഇന്ന് ഇവരെ ഇവിടെ ഇറക്കിയിട്ടുള്ളൂ. ബാക്കി കാര്യം എല്ലാവരുടെയും പ്ലാൻ പൊളിഞ്ഞു. ഫ്ലാപ്പായി. ഫ്ലാപ്പ് ഇതൊക്കെ ഉണ്ടോ? മീൻ കൊത്താൻ വരുന്നു. കുഞ്ഞിറിയുടെ കാല് കുത്താൻ വരുന്നുണ്ടോടാ? കൊണ്ടല്ലേ അനങ്ങല്ലേ, കാലനക്കരുത്. അവളങ്ങനെ വെക്ക്. അപ്പം അത് വന്നു. ഹായ്. എങ്ങോട്ട്? കുളിക്കാൻ പാടുന്ന പാടേ. എല്ലാം കയറി. പിള്ളേർസ് കയറൂ. അപ്പം ആദ്യം പോയടുത്ത് തന്നെ വീണ്ടും പോവാം. ഈ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യമേ.
അപ്പം നമ്മൾ അവിടെ തന്നെ വന്നിരിക്കുകയാണ്. ആദ്യം വന്നിടത്ത് തന്നെ വന്നു, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. നല്ല അടിപൊളി വെയിലുമാണ്. ഒരു കുളിക്കാൻ പെടുന്ന പാടേ. അവിടെ വേറെയും 2 പിള്ളേരുണ്ട് കേട്ടോ കുളിക്കുന്നത്. ഇതാണ് ആ അമ്പലം. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ മീൻസ് കുട്ടികളെ ഇറക്കുന്നു എന്നേ ഉള്ളൂ മെയിനായിട്ടും. റിയ ആൻഡ് മിരി ഓൾറെഡി ഇറങ്ങി. നിക്ക് റിയ, വെയിറ്റ്. പതുക്കെ. അപ്പോൾ അവരെല്ലാം വെള്ളത്തിലിറങ്ങി കളിക്കുകയാണ്. ഇന്ദു ഇവിടെ ഉണ്ട്, പ്രവീൺ അവിടെ നിൽപ്പുണ്ട്, ഞാനും ഇവിടെ നിൽപ്പുണ്ട്. പ്രാണ് റിയനെ സ്വിമ്മിങ് പഠിപ്പിക്കുകയാണ്. റിയയ്ക്ക് മാത്രമാണ് ഈ കൂട്ടത്തിൽ സ്വിമ്മിങ് അറിയത്തില്ലാത്തത്, ബാക്കി എല്ലാവർക്കും സ്വിമ്മിങ് അറിയാം. അവിടെ വീട്ടിൽ കുളമുള്ളതുകൊണ്ട് എല്ലാവരും അതിൽ പഠിച്ചിട്ടുണ്ട്. റിയ മാത്രം അതിനുള്ളൊരു ചാൻസ് അവൾക്ക് കിട്ടിയിട്ടില്ല. മുങ്ങ അവൾക്ക് ആ ഒരു ഫുള്ള് എക്സ്പീരിയൻസ് ഇല്ല ഗൈസ്. പ്രാണാണ് ആ നീങ്ങി വരുന്നത്. അയ്യോ, ആരാ മുങ്ങിയേ? വെള്ളം കൂടുതലല്ലേ, കുടിച്ചോട്ടെ. അയ്യോ, മതി മതി മതി. സപ്പോർട്ടൊന്നും കൊടുക്കുക. ചാടിയാ മതി. കാലോട് കുട്ടി അങ്ങനെയല്ല. അവൾക്ക് സ്വിമ്മിങ്ങിന്റെ ABCD അറിയില്ല. ആദ്യം അവളെ കൈ വെച്ചിട്ടൊന്ന് ഒരു സപ്പോർട്ട് കൊടുക്കും. ആൾക്ക് തീരെ അറിയില്ല. കുഴപ്പമില്ല, നല്ലതാ. ഒന്ന് ചുമച്ചു. അയ്യോ എടാ മതി. കാല് പൊന്തി. ശീലിച്ചു കുട്ടി. കാല് പൊന്തി.
ഓക്കെ ഓക്കെ നീണ്ട് കാലടിക്കും ഓ ഓ ഇങ്ങനെ മാറി അത് കുഴപ്പമില്ല ഓക്കെ ഒറ്റയ്ക്ക് നീന്തി ഒറ്റയ്ക്ക് പറ്റും വായ തുറക്കരുത് അപ്പോൾ സൗണ്ട് ഉണ്ടാക്കിക്കോ വായ സൗണ്ട് ഉണ്ടാക്കരുത് അപ്പോൾ ഒറ്റയ്ക്ക് ഈ കൈ മാത്രം ഓക്കെ കാല് മതി ആ ഗുഡ് വായ സൗണ്ട് ഉണ്ടാക്കരുത് അപ്പോട്ടെ ആ ഗുഡ് ഈ കൈ മാമ കാല് മതി ഈ കൈ ഫ്രീ ആക്കി പോ ഞാൻ അവിടെ നിന്ന് അറിയേ സമൂഹനെ പറ്റി പറ്റിച്ചു പാപ്പനെ എടുത്തൊക്കെയാ അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ. നമ്മൾ പിള്ളേരെയും കൊണ്ട് കുളിക്കാൻ വരിക, കുളത്തിൽ ഏതെങ്കിലും ഒരു കുളത്തിൽ കുളിക്കാൻ വരിക എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഭയങ്കര വെയിൽ കാരണം വേറെ മറ്റേ അമ്പലത്തിൻ്റെ അവിടെ പോയി. അവിടെ പോയപ്പം വെള്ളത്തിലിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പം നേരെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു. എല്ലാവരും ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഇനി എല്ലാവരെയും ഭീഷണിപ്പെടുത്തി കയറ്റണം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു, ഉച്ച. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാനിത് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. കുളി ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതായിരിക്കും ടാറ്റാ ബൈ. പിള്ളേർ വെള്ളത്തിൽ നിന്ന് കയറാത്തതുകൊണ്ട് പ്രഭി മടലെടുത്ത് എല്ലാത്തിനും മേടാനുള്ള പ്ലാനിലാണ്. ഇതാ വരുന്നു. ഹലോ Hey!